என்ன சேகரா லெட்டர் படிச்சிட்டு இருக்கே லவ் லெட்டரா இல்ல டெல்லியில பார்லமெண்ட் செக்யூரிட்டியில ஒரு அப்பாயின்மெண்ட் கிடைச்சிருக்கு ஆஹா அப்படியா அப்படிதான் ഭാര്യ വസുമതി എഴുതുന്നത് എന്തെന്നാൽ നിങ്ങൾ അയച്ച പണം ഇതുവരെ എന്റെ കയ്യിൽ കിട്ടിയില്ല. വീട്ടിലെ ചെലവിന് പണമില്ല. എത്രയും പെട്ടെന്ന് പണവുമായി വരണം. സ്വന്തം വസു. മോളുടെ കളിപ്പാട്ടം അമ്മയ്ക്ക് മുറുക്ക പഴങ്ങളുടെ സീസൺ അല്ലേ, അതുകൊണ്ടാ വെറ്റില പഴുത്തു പോയത്. എന്റെ അമ്മയെ കട അടച്ചു പോയി. അടുത്ത തവണ വരുമ്പോ നല്ല വെറ്റില വാങ്ങിച്ചോണ്ട് വരാം. അച്ഛന്റെ മക്കള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഉണ്ണിക്കുട്ടൻ എപ്പോഴും കളിയാ. ഇവള് വെറുതെ പറയാ ഞാനും നന്നായിട്ട് പഠിക്കും, എന്നിട്ട് അച്ഛനെ പോലെ വലിയ ഓഫീസറാവും. അമ്മ എവിടെ മക്കളെ? അടുക്കളയിലെങ്ങാനും കാണാമോ ദേവി? എന്തൊരു ദാഹം, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. ചെല്ല് ചെല്ല്, ദാഹം കാണും. ഞാനാ വസുമതി. പിള്ളേര് കാണും. നിങ്ങൾക്ക് ഞാനോ നിങ്ങളുടെ അമ്മയോ ആരാ വലുത്? പൂമുഖവാതുക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതുക്കലല്ല, ഈ അടുപ്പിൻ ചോട്ടിലോ. എന്നാലും സ്നേഹം പല ടേസ്റ്റിലും നീ എനിക്ക് വിളമ്പി തരുന്നല്ലോ വസു. എന്നാലേ ഇനി മണിയോട് എന്റെ പേർക്ക് അയച്ചാ മതി. അതെന്താ വസു? ഇത്രയും നാളും സ്വന്തം അമ്മയുടെ പേർക്കല്ലേ അയച്ചത്. വീട്ടു ചെലവിന് ഒരു ചില്ലി പൈസ പോലും ആ കളവി തരില്ല. നിങ്ങൾ അയക്കുന്ന കാശ് മുഴുവൻ കളർ ടി വി വാങ്ങാൻ കൂട്ടി വെച്ചിരിക്ക. വിശക്കുമ്പോ ടി വി പുഴുങ്ങി കൊടുത്താ മതിയോ? അയ്യോ വേണ്ട, അവർക്ക് വയറളവും. ഒരു നേരം പോലും ആ തള്ള ചുമ്മാ ഇരിക്കില്ല. കേക്ക് കൊണ്ടുവന്നില്ലേ അച്ഛാ? അയ്യോ അച്ഛൻ മറന്നുപോയി മക്കളെ. ആ എയർ ബാഗ് ഇരിപ്പുണ്ട്, രണ്ടുപേരും കൂടെ എടുത്തു. എന്നെയും പിള്ളേരെയും ചേട്ടന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അടുത്ത പ്രൊമോഷൻ ആവട്ടെ, അപ്പോഴേക്കും എനിക്ക് പുതിയ AC ക്വാർട്ടേഴ്സ് കിട്ടും. അപ്പൊ നടക്കൂല എന്നർത്ഥം. നമ്മൾ അവിടെ ആയാൽ വയസ്സായ അമ്മ ഇവിടെ ആര് നോക്കും? വേറെ 5-6 മക്കളുണ്ടല്ലോ, അവര് നോക്കട്ടെ. മണ്ടി, വയസ്സുകാലത്ത് അമ്മ ആര് സംരക്ഷിക്കുന്നു ആ മകനാണ് അമ്മയുടെ കാലശേഷം ഈ വീടും പറമ്പും എന്നുള്ള സത്യം നിനക്ക് അറിയരുതോ? അതുകൊണ്ടല്ലേ ഈ മാരണത്തിനെ ഞാൻ സംരക്ഷിക്കുന്നത്. നിങ്ങൾ ആള് വേന്ദ്രനാ. അതെന്താണോ നിനക്ക് മനസ്സിലായത്? പെറ്റ തള്ളയായി പോയി, അല്ലെ ഞാൻ എന്നെ അവർക്ക് എലിവിഷം വെച്ചേനെ. എലിവിഷം വെക്കണത്? അയ്യോ, എലിവിഷവും പുലിവിഷവും ഒന്നും അല്ല. അമ്മയ്ക്ക് കളർ ടെലിവിഷൻ വാങ്ങിക്കുന്ന കാര്യമാ പറഞ്ഞേ. നിക്കടാ, എന്താടാ വായില്? നീ എന്താടാ വിളിച്ചേ? ഞാനൊന്ന് കാണട്ടെ, എന്നെ ഒന്ന് കാണിച്ചേ. പണ്ടാട്ടിക്ക് മക്കൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക് അറിയാലേ? പെറ്റതള്ളക്ക് വായ പയറുണ്ടെന്നുള്ള ചിന്ത അവനില്ല. വിത്ത് ഗുണം 10 ഗുണം. തന്തയുടെയും തള്ളയുടെയും സകല വൃത്തിയായിട്ട് സ്വഭാവം 2 എണ്ണത്തിനും കിട്ടിയിട്ടുണ്ട്. ആർക്കൊരു വസ്തു കൊടുക്കൂല. അസത്തക്കളി. എന്നാ ഞാൻ ഇവന്മാരൊന്ന് കണ്ടിട്ട് തന്നെ. എത്രയോ നല്ല നല്ല ആളുകള് ഓരോ ആപത്തിൽ പെട്ട് ചാവുന്നു. ഇതിനെയൊന്നും ഒരു കാലനും വേണ്ടല്ലോ എന്റെ ദൈവമേ. ഇതൊക്കെ 5-6 പാ ചവിട്ടി കീറിയിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകും എന്റെ വല്യ. അല്ലയോ? ഏത് വല്യ? ഞാൻ അങ്ങനെ വിളിച്ചു. അങ്ങനെ ഞാൻ പലതും വിളിക്കും, വല്യന്നും വസുന്നും ഒക്കെ. അപ്പൊ അടുത്ത മണിയോട് ആരെ പേരില്ല? വല്യക്ക് അതാരാ? എടി മണ്ടി, അതൊക്കെ നീ തന്നെ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഓർമ്മിക്കൂ. കമലേശമംഗലത്തെ സതീശൻ ചേട്ടന്റെ ജോലി സ്ഥലത്തെ അഡ്രസ് ചോദിച്ചിരുന്നു. അയാളുടെ മോള് സവിതയ്ക്ക് അടുത്ത മാസം അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടത്രേ. പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അത്രയും സഹായം ആവുമല്ലോ. നീ നാട്ടുകാർക്ക് മുഴുവൻ എന്റെ അഡ്രസ് എഴുതി കൊടു. എന്നിട്ട് അവർക്കൊക്കെ ആശുപത്രി ഓപ്പറേഷന് പോകാനും ഇന്റർവ്യൂവിന് കൂട്ടുപോകാനും പോയി എന്റെ പണി പള്ളിപ്പുറത്താവും. ശമ്പളം കിട്ടുന്ന കാശ് വലിഞ്ഞേറി വരുന്നവർക്ക് പുട്ടും കടലയും തട്ടുദോശയും വാങ്ങിക്കൊടുത്ത് എന്റെ കീശ തരിച്ചായാൽ മാസാമാസം നിനക്കൊക്കെ തിന്നാനായിട്ട് ഞാൻ എന്തോന്നെടുത്ത് മണിയോർ അയക്കും. സഹായിച്ച് കക്ഷത്തിലിരുന്ന് പറന്നും പോവും, ഉത്തരത്തിലിരുന്ന് കിട്ടാനും പോകുന്നില്ല. ശൂളം അടിച്ച് കിടക്കേണ്ടി വരും. സ്വന്തം നാട്ടിലോ രക്ഷയില്ല, അന്യനാട്ടിൽ പോയി മാന്യമായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ അതും സമ്മതിക്കില്ല. സിറ്റിംഗ് ബ്രാഞ്ച് നോക്കട്ട്, ഇരിക്കുന്ന കൊമ്പ് നീ മുറിക്കരുത്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സത്യമായിട്ടും ചേട്ടന്റെ അഡ്രസ് ഞാൻ ആർക്കും കൊടുക്കില്ല. നീ വിഷമിക്കാണ്, നിനക്ക് എന്റെ ജോലിയെ പറ്റി അറിയാൻ മേലാഞ്ഞിട്ട്. ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ പോലീസ് ഐജിയേക്കാളും പവറാണ്.
വെള്ളം അടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് ഐജിയേക്കാൾ വലിയവനാണ് വാച്ചവൻ എന്ന് പറയുന്നത് നീ ആരാടാ? ഇതുവരെ ചാമ്പ്യത് പോരെ സാർ. ഞാൻ ആ ഗേറ്റിൽ മീശ വിരിച്ച് നിന്നാൽ ഒരു ഈച്ച പോലും ഉള്ളിലേക്ക് കടക്കില്ല. ഒരു ഗുരുവിരുത്തം കേട്ട ജയപാലന എനിക്ക് പകരം ഡ്യൂട്ടി. അവൻ എന്തൊക്കെ ഗുലുമാലൊപ്പിച്ചു വെക്കുമോ? അയ്യോ അയ്യോ, ഈ രാജ്യത്തിന് സംരക്ഷകനൊരു വിലയുമില്ലേ? അയ്യോ അയ്യോ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ അകാരണമായി മർദ്ദിക്കുന്നത്? നിനക്കറിയില്ലല്ലേ? അല്ല അല്ല, എന്താ സംഭവം? ഇവൻ എന്താണ്ട് ഭാര്യയോട് പറഞ്ഞറിയോ? എന്താ എന്താ പറഞ്ഞേ? ഞാനതങ്ങനെ പുറത്ത് പറയും. അതെന്തായാലും പ്രശ്നമില്ല, മിസ്റ്റർ ഡില്ലാർക്ക് പറഞ്ഞോളൂ. കരണ്ട് പോയ സമയത്ത് ഉൽപാദകനെ ഉത്തേജിപ്പിക്കാൻ ഗർഭക്കുഴമ്പുമായിട്ട് ഞാൻ ആൻസിയുടെ ഫ്ലാറ്റിൽ പോയെന്ന്. അയ്യോ, ഞാൻ അങ്ങനെയല്ല ചേച്ചിയോട് പറഞ്ഞത്. അങ്ങനെയല്ലെന്ന പിന്നെ എങ്ങനെടാ? വിദ്യുച്ഛക്തി നിലച്ച സമയത്ത് ഉത്പാദകനെ ഉത്തേജിപ്പിക്കാൻ. ഏത് ഉൽപാദകൻ, ഏത് ഉത്തേജനം? പറയടാ. ഉത്പാദകൻ എന്ന് പറഞ്ഞാൽ വിദ്യുച്ഛക്തി ഉത്പാദിപ്പിക്കുന്നത്. ഉത്തേജനം പ്രവർത്തനം. ജനറേറ്ററോ? ആ അതെ. ബാക്കിയുടെ പറയണത് കന്നാസിൽ ഭൂഗർഭ കുഴമ്പുമായി. ആരെന്തൊക്കെ കുഴമ്പുന്നു? ഭൂഗർഭ കുഴമ്പ്. അങ്ങയുടെ ഭാര്യ ഈ ഭൂ വിട്ടത് കൊണ്ടാണ് നമ്മളിപ്പോ ശണ്ട കൂടാൻ കാരണം. അല്ല, അത് എന്ത് കുഴമ്പാ? കന്നാസിൽ കൊണ്ടുപോയി വിദ്യുച്ഛക്തി ഉത്പാദകനെ ഉത്തേജിപ്പിക്കാൻ ഒഴിക്കുന്ന സാധനം. ഡീസലോ? ആ അത് തന്നെ. അതുമായി ആനി ചേച്ചിയുടെ വീട്ടിൽ പോകുന്നത് കണ്ടു എന്നേ ഞാൻ പറഞ്ഞോളൂ. ഇതങ്ങനെ പച്ച മലയാളത്തിൽ ജനറേറ്റർ ഒഴിക്കാൻ ഡീസൽ കൊണ്ടുപോയി പറഞ്ഞ പോരാ. അങ്ങനെ പറഞ്ഞാ തല്ല് കിട്ടുമോ? ഇടോ ജയപാല, നിന്റെ ഈ കടിച്ചാ പൊട്ടാത്ത മലയാള പ്രയോഗമാണ് ഇതിനൊക്കെ കാരണം. ഇനിയെങ്കിലും മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ നോക്ക്. നിങ്ങൾ എന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ എന്റെ താതന് നൽകിയ വാക്ക് പാലിക്കും. ഇത് സത്യം സത്യം സത്യം. എന്റെ കൊക്കിൽ ജീവൻ സ്പന്ദിക്കുന്ന നിമിഷം വരെ ഞാൻ മലയാള മാതാവിനെ മറക്കില്ല. ഇയാളുടെ ശല്യം കൊണ്ട് ഫ്ലാറ്റിലെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആ, എന്റെ മോനെ മിനറൽ വാട്ടറിന് ഇവനൊരു മലയാളം പറഞ്ഞു കൊടുത്തു. ആ കഴുത അത് സ്കൂളിൽ ചെന്ന് ടീച്ചറോടും പറഞ്ഞു. എന്താവൻ പറഞ്ഞേ? മൂലജലം. അപ്പൊ അവൻ കഴുത തന്നെയാ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ പഠിപ്പിച്ചത്. മൂലജലം എന്നാ. മൂലക ജലം എന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഭാര്യ പൂ വിട്ടു, ഇവൻ കാ വിട്ടു. ഇങ്ങനെ തോന്നിയ പോലെ ഓരോരുത്തർ ഓരോന്ന് വിട്ടോണ്ടിരുന്ന ഞാനെന്ത് ചെയ്യും? ഏതായാലും തെറി പറഞ്ഞൊന്നും പറഞ്ഞ മോനോട് രക്ഷകർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പിന്നെ ചെന്നൊരു അപേക്ഷ കൊടുത്ത് അതങ്ങ് ഒതുക്കി. വെരി ഗുഡ്. ഇത് ഇവന്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസാ. ഇനി ഇത് ആവർത്തിച്ച ഇല്ല. ശേഖരാ, അമ്മ ഉറങ്ങിയില്ല. ഒരു ദിവസം എടാ ശേഖരാ, ലീവ് തീർന്നു. ശേഖരാ. ഇനി നീ എന്നാ വരുന്നേ? അടുത്ത മാസം. ആ, അപ്പൊ എനിക്കൊരു പുതിയ കണ്ണടയും കൂടി കൊണ്ടുവരണം. ആ നാരി ജന്മത്തിലെ മങ്കമ്മി, നാരി ഒരു സാന്ത്വനത്തിലെ പിപ്പി ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലടാ. ഒരു മങ്ങളി കേട്ടോടാ. അമ്മ ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? സ്വസ്ഥമായിട്ട് ഉറക്കക്കുളി ഞാൻ കലക്കി കൊടുക്കും. അമ്മേ, ഒരു ദിവസത്തെ ലീവേ ഉള്ളൂ. சேட்டா வாங்க வாங்க. നാട്ടിലെ என்ன சமாச்சாரம் சேட்டா? എന്ത് സമാചാരം എന്നും ഉള്ളത് തന്നെ. അമ്മയെ ഡോക്ടറെ കാണിച്ചു, മൂത്ത ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. சேட்டா சேட்டா, இன்னைக்கு சாயந்தரம் 8 மணிக்கு சன் டிவில என் தலைவர் எம்ஜிஆர் படம் போடுறாங்க. அது எனக்கு നോക്കണം. പാക്ക് എങ്ക പോയി ഞാൻ മേടിക്കുന്നത്? പാക്കല്ല, പോയി സിനിമ കാണാം. വേഗം ജോലിയൊക്കെ തീർത്ത് നമ്മുടെ ഹരിഹരസ്വാമിയുടെ ഫ്ലാറ്റിൽ ചെന്ന് കാണാം. ஐயோ, அந்த மாமி வீட்டுக்கா? என்னால முடியாது சாமி. உட்கார்ந்தா குத்தம், நின்னா குத்தம், நடந்தா குத்தம், உள்ள வந்தா குத்தம், வெளியில போனா குத்தம். அங்க படம் நோக்க முடியாது. എനിക്കൊന്നും മനസ്സിലായില്ല. பார்க்க முடியாதுன்னு பறஞ்சனுங்க. ஆமாப்பா, அந்த ஐயரம்மா ரொம்ப தொல்லையா இருக்கும். D20 വാടകയ്ക്ക് കൊടുക്കാതിരിക്കുന്ന ഫ്ലാറ്റ് അവിടെ പോയി കണ്ടോ? ஐயோ, அங்க ரொம்ப டஸ்டா இருக்கு. നീ ക്ലീൻ ചെയ്തോ? കാശ് ഞാൻ തരാം. இதுதானப்பா, சூப்பர் அப்பா. പോടാ. சேட்டா.
മാഷ സകലത്തിന്റെ ചവിട്ടി നിർത്തി അല്ലെ പിടിച്ച് നിർത്ത് ചവിട്ടിയെ പിടിച്ചാൽ ഞാൻ നിർത്തിക്കോളാം. അതിന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. എനിക്കും വണ്ടിക്കും നല്ല കൺട്രോളാ. നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ യാതൊരു നിയന്ത്രണാവിന്റെ നിയന്ത്രണം വിടും. നിയന്ത്രണം വിട്ടോന്നൊരു സംശയം. അല്ല ഇത് ഡിംലാർക്കാണല്ലോ. ടോട്ടൽ ഡാർക്കിലാണല്ലോ. വല്ലി വളരെ ഒന്നുമണി പറഞ്ഞോ. പട്ടിയും കൂട്ടയും ചാക്കൊക്കെ എടുത്തോ. ഡില്ലാർ സാർ വന്നു. ശരി ഇതിന്റെ അകത്ത് നല്ല ബെസ്റ്റ് പൊരിച്ച മീനുണ്ട്. അത് ഉണക്കി അല്ല ഉണക്ക മീനുണ്ട്. അത് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാൻ പറ്റിയ പരുവത്തിലല്ലേ വരവ്. ഈ മനുഷ്യൻ എന്നെ നാണം കെടുത്തി അടങ്ങും. നാണം കെടുത്തുന്നത് കഷ്ടം കാത്തി ബ്ലൗസ് ഇട്ടിരിക്കണം. നീയാ അതെ ഞാനാ? എന്റെ കർത്താവേ, നാളെ കാലത്ത് ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. രണ്ട് കണ്ണുകൊണ്ട് നോക്കണേ. പോരെങ്കിൽ കണ്ണട വെച്ച് നോക്ക്. എന്റെ കണ്ണിനല്ല കുഴപ്പം, നിങ്ങളുടെ തലയ്ക്കാ കുഴപ്പം. അതേടി എന്റെ തലക്ക് കുഴപ്പടി. അതുകൊണ്ടാണല്ലോ നിന്നെ പോലത്തെ ചരക്കിനെ കെട്ടിയെടുത്തത്. നിന്റെ ആഫീസറുകളേക്ക് ആഫീസിന് മതി. ഇത് വീട്. ഇവിടുത്തെ ആഫീസർ ഞാനാണ്. പറഞ്ഞത് കേട്ടില്ലേ? കൊണ്ടുപോയി പൊരിക്കണി. കൊണ്ടുപോയി പൊരിക്കണി. പൊരിക്കില്ല. പൊരിക്കില്ലേ? ഇല്ല. പൊരിക്കില്ലോടി. കുമ്പളാക്കി അറിഞ്ഞോലോടി. അയാളുടെ വെള്ളവടി കാരണം ഇതൊക്കെ നടക്കുന്നു. ഒരു ദിവസത്തേക്കായി. ഓടി ഒരാഴ്ചത്തേക്കുള്ള വാങ്ങിയായി. ഇതൊക്കെ കണ്ട് ഇവിടെ തലകുത്തി മറിഞ്ഞ് വല്ല കോച്ചോ കൊളുത്തോ വന്ന എണ്ണയും തൈലമൊക്കെ വാങ്ങിച്ചാൽ എന്റെ കാശില്ല പറഞ്ഞേക്കാം. നിന്റെ തള്ള വല്ലിയായിരിക്കും. ചെന്ന് വായ തുറന്നു കൊടുക്ക്. തൊറയപ്പ ഇങ്ങനെ പോയാൽ നിന്നെ തറയപ്പനാക്കും. വാച്ച്മാൻ ആണെന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് വിചാരിച്ചില്ല മാവ. ഇതേ പിള്ളേരെ മാവ. ഇവിടുത്തെ വാച്ച്മാന്റെ പിള്ളേരാ ടി വി കാണാമെന്ന. അതെന്റെ അമ്മയോട് പോയി പറയും ഇങ്ങോട്ട് വരണ്ട, കറണ്ട് ഇല്ല. ഇറങ്ങാനോ? ഇപ്പൊ ഒന്ന് കേറുള്ള മാവ. കുറച്ച് കഴിഞ്ഞിട്ടാ റെസ്റ്റ് എടുക്കാൻ പോകണം. വല്ല കഴിക്കണ്ടേ? ഞാൻ ഒറ്റത്തടി ആയതുകൊണ്ട് ഇവിടെ പാചകമില്ല. ഇവിടെ അടുത്തൊരു കടയും ഇല്ല. സാരമില്ല, നമുക്ക് അങ്ങ് ദൂരെ കടയിൽ പോയി കഴിക്കാം. നിന്റെ കാശുണ്ടല്ലോ. അമ്മാന്റെ അടുത്ത് കാശുള്ളപ്പോ എനിക്കെന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നാട്ടിൽ തൊഴിലൊന്നുമില്ലാതെ വന്നപ്പോ കടവായി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കടക്കാരെ പിന്നാലെ കൂടി, ആകെ നാണക്കേടായി. നാട്ടുകാരെ മുന്നിൽ മാനം രക്ഷിക്കാൻ ചേച്ചിയുടെ വളയടിച്ച് മാറ്റി വിറ്റ് കടം തീർത്തു. ആ മോഷണം പിടിക്കപ്പെടുന്നായപ്പോ വീട്ടുകാരന് മുന്നിൽ മാനം രക്ഷിക്കാൻ വേണ്ടി നാട് വിട്ടു. ദാറ്റ്സ് ഓൾ. സോ സിമ്പിൾ. സോ സിമ്പിൾ. അതിരിക്കട്ടെ, നിനക്ക് എന്റെ ഇവിടുത്തെ അഡ്രസ് എങ്ങനെ കിട്ടി? അതൊരു ഭഗീരഥ പ്രയത്നമായിരുന്നു മാവ. പറയാം, ചുരുക്കി പറ. വസുമതി അമ്മായോട് പലവട്ടം അമ്മാവന്റെ അഡ്രസ് വെച്ചു. പലതും പറഞ്ഞൊഴിഞ്ഞു. എന്റെ നമ്പറിലൊന്നും അമ്മായി വീണില്ല. ഹോ, അതങ്ങനെ വീഴും. ഈ അമ്മാവന്റെ അല്ലേ ഭാര്യ. ഒടുവിൽ പണ്ടെപ്പോഴോ അമ്മാവനൊരു കത്ത് അമ്മായി പോസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു. ഞാനത് പൊട്ടിച്ചു വായിച്ചു. ഉഗ്ര പരമലേഖനം. ആ അഡ്രസ് എന്റെ പക്കലുണ്ടായിരുന്നു. എല്ലാം കറക്റ്റ് ആയിരുന്നു. എന്റെ നല്ല കാലം, എന്റെ കഷ്ടകാലം. என்னங்க உங்களுக்கு ஊர்ல ஒரு சிஸ்டரும் அவங்களுக்கு இப்படி ஒரு அருமையான மருமகனும் இருக்குன்னு பறஞ்சதே இல்லല്ലോ. அது வள்ளி, நான் சொல்ல மறந்த கதை.
അങ്ങനെ ഓർമ്മിച്ച് പറയാൻ തുടങ്ങിയ പല പല ബന്ധങ്ങളുടെ ശേഖരങ്ങൾ ഈ ശേഖരമ്മാവന് പറയേണ്ടി വരും എന്റെ അമ്മായി. അമ്മായിയോ? ആ സെക്യൂരിറ്റി ജബാൽ എന്നെ അമ്മായിനെ പരിചയപ്പെടുത്തി തന്നു. എല്ലേ വലിയ അമ്മായി. താങ്ക് യു. തീക്കട്ടയിൽ ഉറുമ്പരിക്കാൻ തുടങ്ങിയോ? എടാ കുക്കു ജയബാല, നീ ചതിച്ചു. ഉഗ്രൻ ചാപ്പാടാണല്ലോ. ഡെയിലി ഇങ്ങനെയാ? ഓ, ഡെയിലി ഒന്നുമില്ല, വല്ലപ്പോലെ இல்ல, ஆഴ്ചக்கு 2 ദിവസം இருக்கும். ஆண்டவா, அந்த டில்லார் சாருக்கு தீர்க்காயுசு கொடுக்கணும். சேட்டா சேட்டா, அந்த டில்லாருக்கு தினமும் ஒரு ஆப்ப வாங்கி தள்ளுங்க. ഡില്ലാർക്കാ? ആപ്പാ? ആപ്പല്ല, ഹാഫ്. ஆமா. அனுஜா, டேஸ்ட் எப்படி? ടേസ്റ്റാ? அது அது ருச்சி ருச்சி. നല്ല രുചി. നന്നായിട്ടുണ്ടോ അമ്മായി? தேங்க்ஸ். ഡോണ്ട് മെൻഷൻ. നന്നാവും. ഓസിന് കിട്ടിയ ആസിഡിന് വരെ നല്ല രുചി വന്നു. അവിടെ ഉണ്ണിക്കുട്ടനും സരളമോളും ചക്കപ്പുഴുക്ക തിന്നുന്നത്. ചക്ക പുഴുത്തതല്ല, ചക്ക പഴുത്തത്. നാട്ടിലിപ്പോ ചക്കയുടെ സീസൺ അല്ലല്ലേ? எனக்கு ஊர்ல இருந்து வரும்போது ஒரு சக்கை கொண்டு வா. നാട്ടിൽ പോയിട്ട് വേണ്ടേ ചക്ക കൊണ്ടുവരാൻ. അമ്മ ചക്കൻ കറി എടുത്താൽ നല്ല ടേസ്റ്റ്. ഇവനിനി മസിൽ പെരുക്കിയിട്ട് വേണം ഭൂഗോളം താങ്ങി നിർത്താൻ. ഒടുക്കത്തെ മഞ്ഞും തണുപ്പും കൊതുകടിയാണ്. മനുഷ്യൻ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് വെച്ചാ ഇനി പോലെ വെളി കിടപ്പ് ശരിയാവില്ല. പാവം രാജകുമാരനല്ലയോ കൊതുക് വലയിട്ട സപ്രപഞ്ച കട്ടിൽ കിടത്തി ഉറക്കാൻ. അത് മനഃപൂർവ്വം എന്നെ ഒതുക്കാനുള്ള അമ്മാവന്റെ നമ്പറാണെന്ന് എനിക്ക് മനസ്സിലായി. എടാ നനഞ്ഞട കുടിച്ചോ, പക്ഷെ അവിടെ കിണറാക്കരുത്. എനിക്കിതൊക്കെ കാണുമ്പോ ഇതെന്താ ഫുഡാണോ? ഒരു നാറിയ തലങ്ങാനും കീറിയ ഷീറ്റും പിന്നെ അമ്മാൻ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. ഓഹോ. എടാ 3 വയസ്സിൽ നാട്ടിൽ കിടന്നു മുള്ളിയതിന്റെ നാറ്റം ഇവിടെ എങ്ങനെ വരാനാ? പിന്നെ ഈ ഷീറ്റ് നാറുന്നതോ? അതവനാ പൊന്നുമണി, ശിശുവല്ലയോ. ഉണ്ണിമൂത്രം പുണ്യാവാ. മൂത്രം ആ കാപ്പി. ഇതും പുണ്യാഹത്തിലാണോ? വേണമെങ്കിൽ മോന്തടാ. താങ്ക് യു. ഇതിലെ കാപ്പിപ്പൊടി പൾസാര കിട്ടില്ലല്ലോ. അങ്ങനെ തോന്നുന്നില്ലല്ലോ. എല്ലാ തോന്നലും ശരിയാകണമെന്നില്ലല്ലോ. ചിലപ്പോ ഇന്നലത്തെ കാപ്പിപ്പൊടി അരിച്ചു പെറുക്കി ഇതിലിട്ടതായിരിക്കും. അതിനൊരു പ്രത്യേക പേരുണ്ട്, ഊറ്റ്. ചാപ്പിക്കോ. അയ്യേ, എനിക്ക് ഊറ്റ് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അത്രയും ലാഭം. നീ എനിക്ക് സമ്പാദിച്ചെന്നിട്ടൊന്നുമില്ലല്ലോ കാപ്പിയും ചാപ്പിയും ഒക്കെ ഇട്ട് സൽക്കരിക്കാൻ. എടാ മറ്റുള്ളവന്റെ ഔദാര്യത്തിൽ ജീവിക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വല്പം സഹിക്കേണ്ടി വരും. വേണ്ടെങ്കിൽ വേണ്ട, വണ്ടി സ്റ്റാൻഡ് വിട്ടോ. ഉരുളക്കിഴങ്ങ് പിറക്കി വെച്ചോലെ ദേഹം ആസകല ഉണ്ടല്ലോ. മെയ്യാനെങ്കിൽ ജീവിക്കടാ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ല അമ്മാവ, എനിക്കൊരു ജോലി വാങ്ങിച്ചതാ. ഈ അമ്മാവനെ പോലെ വല്ലവരുടെ വീട്ടുകാവൽ നിൽക്കുന്ന വാച്ചർ പണി വേണ്ട, കുറച്ച് കൾച്ചറുള്ള പണി മതി. പിന്നെ കാതർക്കാന്റെ കടയിലിരിക്കുന്ന ചരക്കല്ലയോ കൾച്ചറുള്ള ജോലി 1 കിലോ വാങ്ങിത്തരാൻ. അത് അന്വേഷിക്കണം. അതെ, അന്വേഷിക്കണം. അത് ഞാനോ? പിന്നെ ഞാനോ? എനിക്കൊരു ആരെ അറിഞ്ഞൂടാ. ആരെ അറിഞ്ഞൂടാത്ത നാട്ടിൽ നിന്നെ എന്തിനാണ് കെട്ടിയെടുത്തത്? അതിവിടെ അമ്മാവൻ ഉള്ളാറും കൊണ്ടല്ലേ. ഈ അമ്മാവൻ ചത്തുപോയിരുന്നെങ്കിലോ? അതിന് ചത്തില്ലല്ലോ. എനിക്കൊരു പണി വാങ്ങി തന്നിട്ട് അമ്മാവനെ കൊന്നിട്ട്, അയ്യോ അല്ല സോറി, അമ്മാവനെ ചാവാൻ സമ്മതിച്ചു. അതിനു മുമ്പ് നിന്റെ അന്ത്യകുദാശ നടത്തൂടാ അമ്മാവാ. ഈ കോഴി അടയിരിക്കുന്ന പോലെ പോകുന്നിടത്തൊക്കെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സ്വഭാവം ഈ നാട്ടിലും ആ നാട്ടിലും ഞാൻ പാട്ടാക്കും. വേണ്ട മോനെ, വേണ്ട മോനെ, ജോലി വേണം, ജോലി വേണം. നീ ഒന്ന് അടങ്ങ് മോനെ. അമ്മ ശ്രമിക്കാമോടാ. ചവിട്ടി തിമിർത്ത് വരിക കാളക്കൂട്ടനെ പോലെ. ഇവിടുന്ന് എനിക്ക് ചൊറിഞ്ഞു വരും. സ്ഥലം വിട്ടെങ്കിൽ പോണ്ടാരും. ലോക്കൽ ഗൂർക്ക അവിടെ അഴകിയ രാവണ പോലെ ഇതൊക്കെ വെച്ചോണ്ട് അങ്ങോട്ടാ. നാട്ടിൽ നിന്ന് വരവ് പെട്ടെന്നായതുകൊണ്ട് ഈ ബ്രഷും പേസ്റ്റും ഒക്കെ അതൊക്കെ വാങ്ങണം. അതിന് പൈസ എന്റേതായ പൈസ ഇല്ല. അയ്യോ, അമ്മാവൻ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. അതൊക്കെ ഞാൻ അമ്മാന്റെ അടുത്ത് വാങ്ങിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു സിനിമ കണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഞാൻ വരൂ. ഇവിടെയൊക്കെ തന്നെ കാണണം. ഈ ഗേറ്റ് പൂട്ടരുത്. പൂട്ടിയാൽ ഞാൻ ഗേറ്റ് ചാടും. ഡിങ് ഡിങ്. ബൈ. നനഞ്ഞെടുത്ത് കുഴിയല്ല കുളന്തോൾ. ഇവനെ കണി കണ്ടോ അന്ന് കുടിവെള്ളം മുട്ടി. ഇതാരും ഡില്ലർ സാറ്. എന്താ സംശയം? ഞാൻ എന്റെ പേര് മാറ്റി. ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങ് നിന്ന് പോയ. ആവശ്യമുള്ളത് ഓർത്തില്ല. ഇന്നത്ര തീയതി കലണ്ടർ നോക്കണോ? കലണ്ടറിൽ ഒക്ടോബർ. അപ്പൊ നാളെയോ? കലണ്ടർ നോക്കണോ? ഒക്ടോബർ 2. വേണ്ട, ഇത് വേണ്ടായിരുന്നു. എന്തിനാ സാറേ ഈ ബോണസ്? എടോ, നാളെ ഗാന്ധി ജയന്തിയാ. കള്ളുകാരൊക്കെ നാളെ അവധിയാ. അതുകൊണ്ട് താനിപ്പോ പോയി മറ്റവൻ ഒരു ഫുള്ള് സ്റ്റോക്ക് ചെയ്ത്. പതിപോലെ സാറ് കൂടെ വരുന്നില്ലേ? ഇല്ലടോ,
ഞാൻ ഈ കള്ളുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കണത് വൈഫിന്റെ ഓഫീസിലെ വല്ല ഗസറ്റ് സംഭവിക്കലും കണ്ട കുടുംബകലഹവും മാനഹാനിയ ഫലം അതെനിക്കറിയാല്ല. പിന്നെ സാധനം താൻ തന്നെ സൂക്ഷിച്ചാ മതി. ശരി സാർ. എടോ എന്താ സാർ? പിന്നെ ഒരു പ്രധാന കാര്യം, ആക്രാന്തം മൂത്ത് മുഴുവൻ വലിച്ചു അയ്യോ, ഇല്ല. കയറ്റരുത്. ഫൈനാൻസിയർ എന്നെ മറന്നു പോകരുത്. ഒരു പരസ്പര സഹകരണ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രക്രിയ രഹസ്യമായി തുടരാം. താൻ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ തന്നെ വിശ്വസിക്കുന്നു. ഡബിൾ ഓക്കെ സാർ. സമയം കളയണ്ട, എനിക്ക് വർക്കാറായി. ഞാൻ ഫ്ലാറ്റിലുണ്ടാവും. എന്നെ ഇന്റർകോമിൽ ബന്ധപ്പെട്ട മതി. ശരി സാർ. ദരിദ്രവാസിയും പരമ പാരയാണെങ്കിലും എന്റെ മരുമോനെ കണി കണ്ട കുടിവെള്ളം മുട്ടുകയില്ല. நில்ல. ஐயோ, இந்த ஆல் இந்தியா ரேடியோ சிலோன் கிடைக்கிறதே இல்ல. இதோடா வினுவுக்கு உறக்கம் வந்துகிட்டே இருக்கு. ആ പായം തലേനെ എടുത്ത് ടെറസിലെങ്ങാനും പോയി കിടക്ക്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി നിർത്തി. ஆமா ஆமா, இந்தல ஒட்டும் உறங்கிட்டே இல்ல. சேட்டா, வாடகைக்கு ஆள்கார் வந்தா திறந்து கட்டுறதுக்காக பிள்ளை சார் சாவி கொடுத்திருக்காருல, இவரு அங்க போய் உறங்கட்டுமே. എനിക്ക് മനസ്സില്ല. അമ്മായി, അമ്മായിക്കും മക്കൾക്കും അമ്മാവനും നാട്ടിലേക്ക് പോകണ്ടേ? വേണം. അവിടുന്ന് പലർക്കും ഇങ്ങോട്ട് വരണ്ടേ? വരണം. പിന്നെ അമ്മായി, ഈ കോഴി അടയിരിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അടയാ? അത് എന്നാ അട? ആടടയല്ല, കോഴിയട. കോഴി അടയാ? അത് അങ്ങനെ ഒരു അടയുണ്ട്, നീ വായടാ. വല്ലി, നീ ആ താക്കോലിങ്ങട്. വാ. അപ്പൊ ഗുഡ് നൈറ്റ്. Night, good. എന്തു വലിയ വീട്. ഇതൊന്നും കൈകാര്യം ചെയ്യരുത്. ഫോൺ അവിടെ ഇവിടെ ഇരിക്കുന്ന ഒരു സാധനങ്ങളും തുടരുത്. നേരം പരപരാ വെളുക്കുമ്പോ ആരും കാണാതെ നേരെ ടെറസിലേക്ക് എത്തിക്കണം, ഇല്ലെങ്കിൽ എന്റെ പണി പോവും. എത്തിക്കോളാം. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, ബാത്റൂമും കക്കൂസും ഒക്കെ ഉപയോഗിക്കുമ്പോ ദയവേത് സുഗന്ധം സൃഷ്ടിക്കരുത്. ഞാൻ കൃതാർത്ഥനായി. ഈ ക്ലോക്കിലുള്ള ബാറ്ററി മാറ്റാറില്ലേ? എന്താ പ്രശ്നം? അല്ല, സമയം സന്ധ്യയായി. മണി 4 ഉള്ളൂ. ഒരെണ്ണം അടിക്കണമല്ലോ. നീ ഒരെണ്ണം തന്നാ മതി. ബാക്കി മേനസാറ് പറഞ്ഞ പോലെ ആഹാരത്തിന് മുമ്പ് തന്നാ മതി. സാറ് പറഞ്ഞ നമ്മ അനുസരിക്കണല്ലോ. പിള്ളേര് വന്നെ കുമ്പ് വല്ലതും എടുത്തു. മക്കള് സ്കൂളിൽ നിന്ന് വന്നാ റൂമിൽ പോയിരിക്കട്ടാ. അമ്മ പാലുകൊണ്ട് വരുവട്ടാ. താക്കോൽ ഇവിടെ തന്നെയുണ്ട്. കഴിച്ചിട്ടുള്ള യാത്ര അത്ര ശരിയല്ല. ഞാനൊന്ന് ഈവനിങ് വാക്ക് നടത്തിയിട്ട് വരാം. ഓ, തൃപ്ത. അപ്പൊ നിനക്ക് എന്നെ മനസ്സിലായി. സത്യം പറഞ്ഞ എനിക്ക് ആദ്യം മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവും? നിന്റെ ഷേപ്പ് ആകെ മാറിപ്പോയില്ലേ. പോരാത്തന്നെ ചേരാത്തൊരു കൂളിംഗ് ഗ്ലാസും. അതൊക്കെ ഒരു നമ്പർ അല്ലേ മോളെ. എന്താ ഇവിടെ? എനിക്കിവിടെ ഒരു ജോലി കിട്ടി, കേരള TV ന്യൂസ് റീഡർ. വെരി ഗുഡ്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ? പിന്നെ ഒരു 5 വർഷമായി കാണും. നിനക്കെന്താ ജോലി? ഞാൻ ഇവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പാവം ക്ലർക്കാ. എന്റെ ന്യൂസ് റീഡറെ. എന്നാ ഞാൻ പോട്ടെ. ഓക്കെ, സീ യു. ബൈ ബൈ.
ഗ്യാസ് ഉണ്ട് இந்த பக்கம் പോ ആരാ ശേഖരേട്ടനല്ലേ? അതെ ഇത് ബി ബ്ലോക്കിലെ ന്യൂസ് റീഡർ അല്ലേ? സർപ്രൈസ്. അപ്പോ ചേട്ടനെ മനസ്സിലായി. കുട്ടിയുടെ അച്ഛൻ ഇന്നലെയും വന്നിരുന്നു. സകല വിവരങ്ങൾ എന്നോട് പറഞ്ഞിട്ടാ പുള്ളി പോയത്. ശേഖരേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താന്ന് പറഞ്ഞാ മതി. സാധനങ്ങളൊക്കെ ഒന്ന് ഫ്ലാറ്റിൽ എത്തിക്കണം. ഇത്രേ ഉള്ളൂ. എപ്പ എത്തിച്ചു ചോദിച്ചാ മതി. എന്താ പറഞ്ഞു? ഉടനെ എത്തിച്ചോളാമെന്ന്. പിന്നെ ഇന്ന് ഞാൻ കേരള TV വാർത്ത വായിക്കുന്നുണ്ട്. ചേട്ടൻ കാണണം. കാണാം. ഇന്നത്തെ വാർത്ത കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും. ഫ്ലാറ്റ് ഒക്കെ കഴി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാ കുട്ടി ചെന്നോളൂ, ഞാൻ പിന്നാലെ വന്നോളാം. ബി ബ്ലോക്കിലെ ന്യൂസ് റീഡർ നാളെ വരും. നീ രാവിലെ പോയി ആ ഫ്ലാറ്റ് ഒക്കെ ഒന്ന് കഴി വൃത്തിയാക്കിയിടണം. വല്ലപ്പോഴും അഡ്വാൻസ് ആയിട്ട് വെട്ടുമേനി കിട്ടുന്ന. എന്നാ പിന്നെ നാളെ രാവിലെ ഫസ്റ്റ് ക്ലീനിങ് അവിടെ തന്നെ. അപ്പൊ ഇന്ന് രാത്രി എനിക്ക് കടക്കടക്ക. എന്റെ ഒരു ഭാഗ്യമേ. അങ്ങനെ നീ ഇപ്പൊ ഉറങ്ങണ്ട. ഒരിക്കലും ഒരു സൗജന്യം ചെയ്തു എന്ന് വെച്ച് നീ അതൊരു അവകാശമാക്കാം. അത് അമ്മാവാ, ആളില്ലാത്ത ഫ്ലാറ്റിൽ ഒരു രാത്രി ഉറങ്ങി വെച്ച് ബിൽഡിംഗ് ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. എന്തായാലും ശീലം അത്ര നല്ലതല്ല. നീ ആ ടെറസിന്റെ മൂലം എങ്ങനെ പോയി കിടക്കും. എന്നാ പിന്നെ അമ്മാവന്റെ കട്ടിൽ കിടന്നോളാം. അങ്ങനെ ഈ കട്ടിലിട്ട് നീ പനിക്കണ്ട. പിന്നെ ഞാൻ എവിടെ കിടക്കും? നീ എവിടെയെങ്കിലും പോയി കിടക്കടാ. അതല്ല ഞാൻ ഫ്ലാറ്റിൽ പോയി കിടന്നോളാം പറഞ്ഞു. നിന്നോട് മലയാളത്തിലേ പറഞ്ഞ പറ്റിയില്ലാന്ന്. പണ്ടാരോടങ്ങി ആഹാരം കഴിക്കാൻ സമ്മതിക്കില്ല. ഇരിക്കൂ, ഞാൻ പറയാം. എന്താ ചേട്ടാ, വിനു പാവം തന്നെ, അവര് അങ്ങ് പോയി കിടക്കട്ടുമേ. എന്നാ പിന്നെ ഇവന് കുപ്പിപ്പാല് കൊടുത്ത് എടുത്ത് തൊട്ടിലോട്ട് കിടത്തി രാരിരോ പാടി ഉറക്ക്. അതും ചേർത്താ ദേഷ്യം വന്നാ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഉറക്കം കിട്ടിയ താനാ കൺട്രോൾ ആയിക്കോളും. ഇവന്റെ ഒരെണ്ണം കിട്ടിയ ഞാൻ വണ്ടി കയറിയ വാഴപ്പണ്ടി പോലെ ആവും. എന്താ ചേട്ടാ നീങ്ക ഉരല്ല പോട്ട ഒലക്ക മാറി அப்படியே நிக்கிறீங்க? சாவி எடுத்து கொடுங்க சேட்டா. വീണ്ടും പറയും. Good boy.